ഡിസൈൻ ഫോർ റിലയബിലിറ്റി. ഇനി ഡിസൈൻ ഫോർ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ പ്രൊഡക്റ്റിൻ്റെ എല്ലാ ഫീച്ചേഴ്സും അതിൽ ഡിസൈൻ എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡഡ് ആണ്. The process is a process that encompasses tools and procedure to ensure that product meet reliability requirement. ആ പ്രൊഡക്റ്റിന് എന്തൊക്കെ ക്വാളിറ്റിയാണോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആ ക്വാളിറ്റിയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസൈനാണ് ഡിസൈൻ ഫോർ റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഫോർ ദ ഡ്യൂറേഷൻ ഓഫ് ഇറ്റ്സ് ലൈഫ് ടൈം. ആ ടൈം എത്രയാണോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആ ടൈം വരെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെ അത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ. അതായത് നമ്മൾ ഫോൺ വാങ്ങുന്ന സമയത്ത് വാറണ്ടി പീരീഡ് 1 ഇയർ എന്ന് പറഞ്ഞാലും 1 ഇയർ അല്ല നമ്മൾ ആ ഫോൺ ഉപയോഗിക്കുക. മിനിമം ഒരു 5 കൊല്ലമൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഒരു 5 കൊല്ലം വരെയൊക്കെ കംപ്ലൈൻറ്റ് 5 കൊല്ലം കഴിയുമ്പോഴൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ കോസ്റ്റ്ലി ഐറ്റംസ് ഒക്കെ മാറ്റുക. മിനിമം ഇപ്പോൾ നമ്മൾ പറഞ്ഞ 2 വീലേഴ്സിനൊക്കെ 15 ഇയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 10-12 കൊല്ലമൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് ആ സാധനം നല്ല രീതിയിൽ പോകണം. അതാണ് ലൈഫ് ടൈം എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടി പീരീഡ് അല്ല ലൈഫ് ടൈം എന്ന് പറയുന്നത്. ലൈഫ് ടൈം എന്ന് പറയുന്നത് നമ്മൾ ആ പ്രൊഡക്റ്റ് ഏതാണ്ട് എത്ര കൊല്ലം അവർ ഉപയോഗിക്കും. ഒരു 3 കൊല്ലം ആകുമ്പോഴേക്കും അതിന് ഫുള്ള് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് നമ്മൾ ആരും വാങ്ങില്ല. അതായത് ഒരു മിനിമം 5 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷം അങ്ങനെയൊക്കെ ഓരോ പ്രൊഡക്റ്റിനും ഓരോ ഡ്യൂറേഷൻ ഉണ്ട്. ആ ലൈഫ് ടൈം വരെ അത് കംപ്ലൈൻറ്റ് ഇല്ലാണ്ട് ചെറിയ കംപ്ലൈൻറ്റ്സ് ഒക്കെ ഇടയ്ക്ക് വരും. അത് നമുക്ക് തീർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി സ്റ്റാറ്റിസ്റ്റിക് ബേസ്ഡ് അപ്രോച്ചാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് റിലയബിലിറ്റി ഡിസൈൻ ബിഗിൻസ് എ ഡെവലപ്മെൻറ്റ് ഓഫ് മോഡൽ, റിലയബിലിറ്റി ആൻഡ് അവൈലബിലിറ്റി മോഡൽ, ബ്ലോക്ക് ഡയഗ്രാം ആൻഡ് ഫാൾട്ട് ട്രീ അനാലിസിസ് ടു പ്രൊവൈഡ് ഗ്രാഫിക്കൽ മീൻസ്. അത് നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അതായത് MTBF എന്ന് പറഞ്ഞത് തന്നിട്ടുണ്ട്. MTBF എന്ന് പറഞ്ഞാൽ മീൻ ടൈം ബിറ്റ്വീൻ ഫെയിലിയർ. അതായത് എപ്പോഴും നമ്മളൊരു ആവറേജ് ആണ് കാണുക. ആ ആവറേജ് എന്ന് പറയുന്നത് മീൻ ടൈം ടു റിപ്പയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മീൻ ടൈം ബിറ്റ്വീൻ ദ ഫെയിലിയർ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഒരു ആവറേജ് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ളത് എത്രയുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണുക. അതാണ് സ്റ്റാറ്റിസ്റ്റിക്കിലൊക്കെ നമ്മൾ എന്തിലേക്ക് എത്തിക്കുക, ആവറേജിലേക്കാണ് എത്തിക്കുക. ആവറേജ് എന്ന് പറയുന്നത് പല രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ മീൻ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ആ ഇതിലേക്ക് അതായത് ഫെയിലിയർ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത എപ്പോഴും കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യുക. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫണ്ടമെൻ്റൽ ഇനീഷ്യൽ കോസ് ആൻഡ് ഫെയിലിയർ മെക്കാനിസം ആർ ടു ബി ഐഡൻറ്റിഫൈഡ് ആൻഡ് അനലൈസ്ഡ് എഞ്ചിനീയറിംഗ് ടൂൾ. നമ്മൾ ആദ്യം തന്നെ ഫെയിലിയർ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഐഡൻറ്റിഫൈ ചെയ്യും, അനലൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ജനറേറ്റ് ചെയ്യുമ്പോൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ലോ സ്ട്രെസ്ഡ് ഡിസൈൻസ് ആൻഡ് പ്രൊഡക്റ്റ് ദാറ്റ് പ്രൊട്ടക്റ്റ് എഗൈൻസ്റ്റ് ഡാമേജ് ആൻഡ് എക്സസീവ് വെയർ. ആ ലോ സ്ട്രെസ്ഡ് ഡിസൈൻ നമുക്ക് പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ അത് ഡിസൈൻ ചെയ്യും. ദെൻ ആർ പ്രൊട്ടക്റ്റഡ് എഗൈൻസ്റ്റ് ഡാമേജ് ആൻഡ് എക്സസീവ് വെയർ. പെട്ടെന്ന് കേടുവരാത്തതും അതുപോലെ തന്നെ എക്സസീവ് ആയിട്ടുള്ള അതായത് കളയുന്ന ഒരവസ്ഥയിലേക്ക് എത്താത്ത രീതിയിൽ ആ പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് വലിയ കംപ്ലയിൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ അത് പെർഫോമൻസ് ബൈ ടെസ്റ്റിംഗ്. അത് നമ്മൾ എന്ത് ചെയ്യും, വെരിഫിക്കേഷൻ ഫോർ റിലയബിലിറ്റി. അത് നമ്മൾ എന്ത് ചെയ്യും, വെരിഫൈ ചെയ്യും. ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വെരിഫൈ ചെയ്തിട്ട് പ്രോബ്ലം ഒന്നും ഇല്ല എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസൈൻ ടെക്നിക്സ് റിഡൻഡൻസി. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റും. ദിസ് മീൻസ് വൺ പാർട്ട് ഓഫ് ദ സിസ്റ്റം ഫെയിലിയർ ദർ ഇസ് ആൾട്ടർനേറ്റീവ് സക്സസ് പാത്ത്. നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ട് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ അത് മാറ്റാനുള്ള വഴികളും നമ്മൾ ബാക്കപ്പ് ചെയ്യാനുള്ള വഴികളും കൂടി നമ്മൾ അതായത് എന്ന പാർട്സ് മാത്രം മാറ്റിയാൽ മതി എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ തീരുമാനിക്കും. കാറൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ സാധാരണ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രൊഡക്റ്റുകളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ ആ സിസ്റ്റം മുഴുവനായിട്ട് അത് കളയേണ്ടി വരും. അത് പിന്നെ ഓരോ പാർട്സ് ആയിട്ട് മാറ്റാൻ പറ്റില്ല. അതേസമയം നമ്മുടെ ഇവിടുന്ന് വാങ്ങുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഓരോ പാർട്സൊക്കെ മാറ്റിയിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും. പക്ഷേ മറ്റുള്ള പ്രൊഡക്റ്റുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ കാറൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പാർട്സ് കേട് വന്നു കഴിഞ്ഞാൽ കാറ് മുഴുവൻ കൊണ്ടുപോയി കളയാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കപ്പ് പ്ലാൻ. നമുക്ക് ആ സാധനം മാറ്റിയിട്ട് ഏത് സാധനം നമ്മൾ പുതിയത് വെക്കും എന്നുള്ളത് ബാക്കപ്പ് ചെയ്യാനായിട്ടുള്ള ഡിസൈനും കൂടി നമ്മൾ തീരുമാനിക്കണം. കാറുകളൊക്കെ ആണെങ്കിൽ കുറേ വർഷത്തേക്ക് 15 വർഷമൊക്കെ അതിൻ്റെ ലൈഫ് ടൈം ഉണ്ടായിരിക്കും. അത്രയും സമയത്തേക്ക് ഉള്ള മെറ്റീരിയൽ മെഷീനറികളും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വെക്കണം. അതായത് ഈ പ്രൊഡക്റ്റ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നിർത്തും. അപ്പോൾ നിർത്തിയാലും ആ പ്രൊഡക്റ്റിൻ്റെ സാധനങ്ങൾ അവൈലബിൾ ആയിരിക്കും. അതേപോലെയുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കി വെക്കണം. ദ റീസൺ വൈ ഇസ് ദിസ് അൾട്ടിമേറ്റ് ഡിസൈൻ ചോയ്സസ് റിലേറ്റഡ് ടു ഹൈ കോൺഫിഡൻസ് റിലയബിലിറ്റി എവിഡൻസ് ന്യൂ പാർട്സ് സിസ്റ്റം ഓഫൺ ഈസ്. അപ്പോൾ പലപ്പോഴും പല സാധനങ്ങളും വേറെ മാറ്റിയിടാൻ പറ്റുന്ന രീതിയിലാണ് പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ റിഡൻസി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫെയിലിയർ ആവാനായിട്ടുള്ള സാധ്യതകളൊക്കെ നമ്മൾ കുറയ്ക്കും. അങ്ങനെയുള്ള പാർട്സുകളൊക്കെ നമ്മൾ മാറ്റും. ക്യാൻ ബി ഹൈലി റിലയബിൾ സിസ്റ്റം ലെവൽ നോ ടെസ്റ്റിംഗ് അവൈലബിലിറ്റി ഹാസ് ടു ബി റിക്വയർഡ് ഫോർ ദ. ഇനി ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മാക്സിമം ഡിസൈൻ നമ്മൾ
മാക്സിമം നല്ല രീതിയിൽ അത് ചെയ്യും. ദ യൂസ് ഓഫ് റിഡൻസി കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസിമിലാർ ഡിസൈൻസ് ഓർ മാനുഫാക്ചറിങ് പ്രോസസ് ദെൻ ഫോർ സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് ചാനൽ. അതായത് നമുക്ക് ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ പാർട്സ്, ഇപ്പോൾ നമ്മൾ ഫോണിൻ്റെ ചാർജർ തന്നെ, അപ്പോൾ സി ടൈപ്പ് ചാർജർ ആണെങ്കിൽ നമ്മൾ സി ടൈപ്പ് ഉപയോഗിക്കുന്ന എല്ലാ ഫോണിനും ആ ചാർജർ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതൊന്നും വലിയ അപ്പോൾ അതിനുള്ള രീതിയിലാണ് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പാടുള്ളൂ. അതിൻ്റെ ഡിസൈൻ അങ്ങനെ പാടുള്ളൂ. അപ്പോൾ അതല്ലാതെ നമുക്ക് നോർമലി നമ്മൾ പറയാം ഒരു ഫോണിൻ്റെ ചാർജർ ആണെങ്കിൽ അതന്നെ ഉപയോഗിക്കണം, അതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് അത്. അപ്പോൾ അതന്നെ ഉപയോഗിക്കണം. പക്ഷേ ഇനിയിപ്പോൾ അതല്ല അവൈലബിൾ ആയില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരേപോലത്തെ സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അനാവശ്യമായിട്ട് വേറെ മോഡല്, നമ്മുടെ ഇതിന് മാത്രമായിട്ടൊരു പുതിയ മോഡല് അങ്ങനെയുള്ളത് നമ്മൾ ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഇതുപോലെയുള്ള ഓൾട്ടർനേറ്റീവ് പാത്തുകൾ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അത് യൂസ് ചെയ്യാനായിട്ട് പറ്റണം. അതാണ് റിഡൻസി. അനാവശ്യമായിട്ടുള്ള പ്രത്യേക ഡിസൈൻസ്, നമ്മുടെ പ്രൊഡക്റ്റിന് മാത്രമായിട്ടുള്ള സ്പെഷ്യൽ ഫീച്ചേഴ്സ് അത് നമ്മൾ ചെയ്യില്ല. എല്ലാ പ്രൊഡക്റ്റിനുള്ള പോലത്തെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെറിയ ഡിസൈൻസിൽ വ്യത്യാസങ്ങൾ വരുത്താമെന്നല്ലാതെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് വരുത്തില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് പാർട്സുകൾ മാറ്റാനോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനോ പറ്റില്ല. അല്ല വെരി ഹൈ ലെവൽ ഓഫ് റിലയബിലിറ്റി ടു അച്ചീവ് ഓൾ മൊമെൻറ്റ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് സൈക്കിൾ. നമ്മൾ ഹൈ റിലയബിലിറ്റി വേണം. ദെൻ അപ്ലൈഡ് സിസ്റ്റം ബൈ ഡബിൾ ചെക്കിങ് റിക്വയർമെൻറ്റ് ഡാറ്റ. 2 പ്രാവശ്യം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഡിസൈൻസ്, കാൽക്കുലേഷൻസ്, സോഫ്റ്റ്വെയർ അതൊക്കെ നമ്മൾ പലതവണ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കണം. അതായത് കംപ്ലൈൻറ്റ് വന്നാൽ ചിലതൊക്കെ എന്ത് ചെയ്യുന്ന ഒരു ഫുള്ളായിട്ട് മാറ്റേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഡബിൾ ചെക്കൊക്കെ ചെയ്തിട്ടാണ് പ്രൊഡക്റ്റ് ഇറക്കാൻ പറ്റുള്ളൂ. അനദർ എഫക്റ്റീവ് വേ ടു ഡീൽ വിത്ത് റിലയബിലിറ്റി ഇഷ്യൂസ് ടു പെർഫോം പ്രെഡിക്റ്റ് ദ ഡിഗ്രഡേഷൻ. പ്രെഡിക്റ്റ് ചെയ്യുക, മുൻകൂട്ടി കണ്ടുപിടിക്കുക, തീരുമാനിക്കുക. ഡിഗ്രഡേഷൻ എവിടെയാണ് പറഞ്ഞാൽ എനേബിൾ പ്രിവെൻഷൻ അൺഷെഡ്യൂൾഡ് ഡൗൺ ടൈം ഇവൻറ്റ്സ് ഫെയിലിയർ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഡൗൺ ടൈം ആയിട്ടുള്ള ഇവൻറ്റ്സുകളോ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനുള്ള വഴികൾ നമ്മൾ നോക്കാം. ഇതാണ് മെയിനായിട്ട് ഇതിൽ വരുന്ന സിസ്റ്റം ഡിസൈൻസിൽ വരുന്ന റിലയബിലിറ്റി, ഡിസൈൻ ഫോർ റിലയബിലിറ്റിയിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ.